കേരള ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായുള്ള 2024 നോട്ടിഫിക്കേഷൻ മാർച്ച് 3-ാം വാരത്തിൽ വരികയാണെന്നുള്ള കാര്യം നിങ്ങളേവരും അറിഞ്ഞു കാണും. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു പരീക്ഷയ്ക്കായി അപ്ലൈ ചെയ്യാവുന്നതുമാണ്. 2021 അവസാനമായി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചതും 2022 വന്ന റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ മാത്രമായി 439 പേർ അടങ്ങിയിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മെയിൻ റാങ്ക് ലിസ്റ്റിലെ 439 പേരിൽ 122 പേരെയും വിജയപഥത്തിൽ എത്തിക്കാൻ സാധിച്ചുവെന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു പരീക്ഷയ്ക്കായി എംഫേവർ ലേണിംഗ് ആപ്പിൽ ഷുവർ ഷോട്ട് എക്സാം ക്രാക്കർ എന്ന ബൃഹത്തായ ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റ് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. മാത്രമല്ല നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പരീക്ഷ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാമെന്നിരിക്കെ എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളോടുകൂടിയും 50,000-നുള്ളിൽ തന്നെ ശമ്പളം തുടക്കത്തിൽ തന്നെ ലഭിക്കുകയും അത്യാവശ്യം വേക്കൻസി ഉള്ള ഈ ഒരു പോസ്റ്റിലേക്ക് താരതമ്യേന വേക്കൻസി ഇത്തവണ കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണത്തെക്കാളും എപ്പോഴും പറയുന്ന വേക്കൻസിയേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അഡ്വൈസ് ചെയ്ത് ഈ പറയുന്ന തസ്തികയിലേക്ക് കൊണ്ടുവരുന്നതാണ് രീതി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പരീക്ഷയും 60 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവുമാണ്. 3 കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടിയിരുന്നത്. പരീക്ഷകൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരൊറ്റ ദിവസം തന്നെ നടക്കുകയും ശേഷം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാം. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് വന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആകെ 170 മാർക്ക്. അതിൽ ഒന്നാം റാങ്കിൽ വന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് 113 439ാമത്തെ റാങ്കുകാരൻ്റെയും മാർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം 63. അപ്പോൾ നമ്മുടെ കേരള PSC പോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വരാൻ എടുക്കുന്ന അത്രയും ടൈം പോലും ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മാത്രമല്ല ഭീമമായ കട്ട് ഓഫും നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇംഗ്ലീഷ് മീഡിയമാണ് എന്നുള്ളതാണ്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നത് തന്നെയാണ് സൗകര്യം എന്നുള്ളതാണ് എനിക്കും നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് നല്ല വശത്തിൽ പഠിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ, അതായത് ഈ ഒരു പരീക്ഷ കേരള PSC മോഡൽ നമ്മൾ പഠിച്ചാൽ ശരിയാവത്തില്ല. എന്നാൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു ഷുവർ ഷോട്ട് എക്സാം ക്രാക്കറാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി പഠിച്ചാൽ മതിയാകും. അതിനപ്പുറം നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്കുകളോ റാങ്ക് ഫയലുകളോ നോക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നാം റാങ്കുകാരൻ്റെ മാർക്ക് 113ഉം 439 അവസാനത്തെ റാങ്കുകാരന് 63 മാർക്കുമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കേരള PSCയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭീമമായ കട്ട് ഓഫും മറ്റുമൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് 53, 54 മാർക്ക് മേടിച്ചവരെ ബാർ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു 50-നും 55-നും ഇടയിൽ ഒരു കട്ട് ഓഫ് നിങ്ങൾ കരുതിക്കൊള്ളണം. ഇത്തവണ കഴിഞ്ഞ തവണ പറഞ്ഞതിനേക്കാളും കൂടുതൽ വേക്കൻസിയിൽ ഉദ്യോഗാർത്ഥികളെ അഡ്വൈസ് ചെയ്തതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു പരീക്ഷയ്ക്കായി കാര്യമായ കോമ്പറ്റീഷൻ പീക്ക് ലെവൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ പഠിച്ച് നോട്ടിഫിക്കേഷൻ വന്നാൽ 4-5 മാസം മതിയാകും നിങ്ങൾക്ക് ഈ ഒരു സിലബസ് പൂർത്തീകരിച്ച് 2 വട്ടം റിവിഷനും കഴിഞ്ഞ് പരീക്ഷ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ജോയിൻ ചെയ്തോളുക ഷുവർ ഷോട്ട് എക്സാം ക്രാക്കർ എംഫേവർ ലേണിംഗ് ആപ്പിലൂടെ മാത്രം.